ക്രിസ്തുയേശുവിൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പുവേളയിൽ ദൈവവചനവുമായി നിൽക്കാൻ ദൈവം എനിക്കൊരവസരം കൂടി നൽകിയതിന് ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. വീണ്ടും ഒരു നോമ്പുകാലം ആഗതമായിരിക്കുകയാണല്ലോ. അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ആത്മതപനത്തിന്റെയും നാളുകളാണ് നോമ്പ്. ഒരു രൂപാന്തരപ്പെടുത്തലിന്റെ കാലം കൂടിയാണ് നോമ്പ്. നമ്മുടെ ഇഷ്ടങ്ങളെ വെടിഞ്ഞു ദൈവ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നതാകട്ടെ നമ്മുടെ നോമ്പുകാലം. അല്പനേരം വചനചിന്തയ്ക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് ലീഹ വ്യക്തമായിട്ട് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. കാരാഗ്രഹ ലേഖനങ്ങളിൽ ശ്രേഷ്ഠമായൊരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹത്തിൽ കിടന്നു ഫിലിപ്പിയ സഭയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞു സഭയ്ക്ക് നൽകുന്ന ഉപദേശമാണ് ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകാന്തതയിലും പ്രതികൂല അവസ്ഥയിലും ഒറ്റപ്പെടലിലും പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് കരുതുവാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഏകനായിരിക്കുന്ന അവസ്ഥയെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചു ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചുവെങ്കിലും തന്റെ ജീവിതത്തിൽ തന്റെ നിരാശയിൽ താഴ്ത്തിക്കളയുന്ന വിഷയങ്ങൾ കടന്നു വന്നു. ഇതേ അവസ്ഥയിലൂടെയാണ് ഫിലിപ്പിയ സഭയും കടന്നു പോകുന്നത്. പ്രാർത്ഥനയോടെ ആരംഭിച്ചു മറുപടി ലഭിക്കുമോ എന്നുള്ള ആകുല ചിന്തകളുടെ നടുവിലായി നിൽക്കുന്ന സഭയുടെ അവസ്ഥയാണ് വ്യക്തമായി മനസ്സിലാക്കി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള ഒരു ദൈവവചനമാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായി നാം ചിന്തിക്കുമ്പോൾ ഈ ജീവിത രീതിയിൽ ഒക്കെ നമ്മെ ശക്തനാക്കുന്ന ഒരു അനുയോജ്യമായ വചനമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നാം ആയിരിക്കുന്ന ഏതവസ്ഥയിൽ അത് എന്ത് തന്നെ ആയിരുന്നാലും തനിക്കതിൽ സാരമില്ല എന്ന് പറയുവാൻ ഓരോ ദൈവമക്കൾക്കും കഴിയണം. നമുക്ക് ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് രക്ഷകനായിരിക്കേണ്ട ആ കരം എവിടെയെന്ന് എപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്. വിശ്വാസം തൂക്കി നോക്കുന്ന ഇരുട്ടിന്റെ തുലാസിലാണ് നാം പലപ്പോഴും നിൽക്കുന്നത്. അവിശ്വാസമാണോ വിശ്വാസമാണോ കൂടുതലെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏത് വേളയിൽ സ്തോത്രം പറയുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ പ്രശ്നം പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം അത് നേരിടാൻ നമ്മെ അനുവദിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. വേദനയുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോയാലും അവയെ കടന്നു പോകാൻ ആ വേദനയെ ശമിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ചില സമയമാകട്ടെ ആ വേദനയ്ക്കൊരു ആശ്വാസം വേറെ രീതിയിൽ നൽകി നമ്മെ ആശ്വസിപ്പിക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം. തീയുടെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും ദൈവം ആ തീയുടെ ബലം കെടുത്തി നമ്മെ രക്ഷിച്ചിട്ടില്ലേ? വെള്ളത്തിൽ കൂടെ കടന്നു പോയാലും അവിടെയും നമ്മെ രക്ഷിച്ചിട്ടില്ലേ? ഏത് അനുഭവത്തിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം നമ്മുടെ ദൈവം നമ്മെ രക്ഷിച്ചിട്ടില്ലേ? രക്ഷിക്കും. അതാണ് നമ്മുടെ ദൈവം. രോഗം, ദുഃഖം, പ്രയാസം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ശ്രദ്ധിക്കുക, ഏത് രീതിയിലാണ് നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വിശ്വസിക്കുന്നിടത്ത് ദൈവ പൈതലിന്റെ വിജയം എല്ലായ്പ്പോഴും ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. എല്ലാം അനുകൂലമാകുമ്പോൾ നമുക്കെല്ലാം സന്തോഷം. എന്നാൽ പ്രതികൂല സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഈ 50 നോമ്പിന്റെ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസമുള്ളവരായി നമ്മെ എപ്പോഴും ശക്തനാക്കുവാൻ കഴിവുള്ള കൈകളിലാണ് നാം ഇരിക്കുന്നതെന്നും ഈ നോമ്പുകാലം നമ്മൾ ഏവരും ദൈവസ്നേഹത്താൽ ശക്തരാകട്ടെ എന്നും മറ്റൊരുവിന്റെ വേദന നമ്മുടെയും വേദനയാണെന്ന തിരിച്ചറിവും ഉണ്ടായി നമ്മെ ശക്തനാക്കുവാൻ നമ്മെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്നും പ്രാർത്ഥനയോടെ ഈ അവസരം എനിക്ക് നൽകിയ അച്ഛൻ, യുവജന സെക്രട്ടറിയോടും മറ്റംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.